അപ്പോഴേ വീട്ടിൽ ധാരാളം മാങ്ങകളൊക്കെ ഉണ്ടെങ്കിലേ ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പികൾ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം. തേങ്ങയുടെ ബ്രൗൺ പോർഷൻ വരാത്ത രീതിയിൽ വേണം ചിരകിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് തേങ്ങ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ. തേങ്ങ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നെയ്യ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇതിൻ്റെ നിറം മാറാനും പാടില്ല. ഇനി അതേ പാലിലോട്ട് നമുക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡിന് പകരമായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. ഇത് കണക്ക് തിക്ക് ഗ്രേവി ആയിട്ട് വേണം നമുക്ക് ഈ ഒരു മിക്സ് കിട്ടാൻ. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് മാംഗോയുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ക്രീമി രൂപത്തിലോട്ടാക്കി എടുക്കാമേ. കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അതുപോലെ ഞങ്ങളുടെ ചാനലിൽ കുറച്ച് ബേസി സ്പോഞ്ചിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണവേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ തിക്ക് രൂപത്തിലോട്ടാക്കി എടുക്കണമേ. ഇതൊന്ന് നല്ല തിക്ക് ഒരു അതിൽ നിന്ന് വിട്ട് വരത്തക്ക രീതിയിലാകണം. അപ്പോൾ നല്ല അടിപൊളി നല്ല ഒരു മാംഗോ ലഡുവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞങ്ങളെ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.